ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ഇതാ ഒരാൾ എഴുന്നേറ്റ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രോയും കാര്യമൊന്നും ഇല്ലാത്ത എൻ്റെ മെമ്മറി ഫുള്ളായിട്ട് ഞാൻ കുറേ വീഡിയോ ഡൗൺലോഡ് ചെയ്തപ്പോഴും അതും ഡൗൺലോഡ് ചെയ്ത് പോയി. അപ്പോൾ ഇന്ന് രാവിലെ ഞാനില്ലേ അമ്പലത്തിൽ പോകണമെന്ന് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാവിലെ ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അരി പൊങ്ങിച്ചതാണ് കേട്ടോ റെഡിയാക്കിയിരുന്നത്. അപ്പം പച്ചരി പൊങ്ങിക്കുവാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ. സവോള പിന്നെ ഇതാക്കി വഴറ്റിയിട്ട് അതിലേക്ക് പച്ചരി ഇട്ട് കൊടുത്ത് 1 കപ്പ് പച്ചരിക്ക് 2 കപ്പ് വെള്ളമൊഴിച്ച് അങ്ങനെ ഉപ്പെല്ലാം ഇട്ടിട്ട് 2 വിസിൽ വരുന്നവരെ വേവിക്കോട്ടോ. പിന്നെ ഇതിന് കറിയായിട്ട് ഞാൻ ചെമ്മീൻ കറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അമ്പലത്തിൽ പോകുമ്പം രാവിലെ ചായ പോലും കുടിക്കാൻ കേട്ടോ ഞാൻ അമ്പലത്തിൽ പോകുന്നത്. അതെൻ്റെ പണ്ടേയുള്ള ശീലമാണ്. എത്ര ലേറ്റായിട്ട് അമ്പലത്തിൽ പോകുന്നതാണെങ്കിലും ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ടേ ഫുഡ് കഴിക്കൂലൂ. അപ്പം ഹസ്ബൻഡും മോള് ചെമ്മീൻ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ചെമ്മീൻ കൂട്ടി കഴിച്ചുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്രാവശ്യം മേടിച്ച ചെറിയ ഉള്ളി കേട്ടോ, ഒരു 2 ദിവസം കഴിഞ്ഞാൽ തന്നെ ഫുൾ കെട്ടുപോകുമെന്ന് പറയുന്നത് കേട്ടില്ലേ. അങ്ങനെ ചീഞ്ഞ് കെട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അതൊന്നും അറിയില്ല. ഇച്ചിരി വെള്ളപ്പറ്റും കാര്യമെല്ലാം ഉണ്ടായിരുന്നു. മറ്റ് ഞാൻ ഈ ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ എനിക്കൊരു 1 മാസം 2 മാസത്തോളം അതെത്തും. കാരണം കാറ്റ് കൊള്ളുന്നുണ്ടല്ലോ, ഇതാവുന്നുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. മഴക്കാലത്തായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്, നല്ല മഴയിലുള്ള സമയത്തായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ചീഞ്ഞ് പോയി. പിന്നെ ഞാൻ വിചാരിച്ചു അതിനെ കൊണ്ട് തന്നെ എല്ലുവാക്കാമെന്ന് വിചാരിച്ചിട്ട് അരി പൊങ്ങിച്ചതും ചെറിയ ഉള്ളി ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ ചെമ്മീൻ മോളിഷനില്ലേ അതും ചെറിയ ഉള്ളി കൊണ്ടാട്ടാക്കിയത്. ചെറിയുള്ളി വഴറ്റി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം ഇട്ടിട്ട് പച്ചമുളക് മാറുന്നവരെ വഴറ്റിക്കഴിഞ്ഞ് തക്കാളിയിലിട്ട് എല്ലാം വഴറ്റിക്കഴിഞ്ഞ ശേഷം അതിൽ ചെമ്മീനിട്ട് ലാസ്റ്റ് കറിവേപ്പിലും ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ചതച്ചിട്ട് വെച്ച് കറിയാട്ടോ. ഇതെപ്പോഴും ഞാൻ ആക്കുന്നത് തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റെഡിയാവലാണ്. ദിയമോളിതാ ഞാൻ ഈ ഒരു സാരി കേട്ടോ, ഞാൻ അത്രയോ മീൻസ് അങ്ങനെയുള്ള സാരി, ഈ സാരി ഇൻഡിഗോ സാരി പിന്നെ മേടിക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെ ഇൻഡിഗോ കളർ ലിനൻ സാരി കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്, കോട്ടൺ ലിനൻ സാരി. അങ്ങനെ നമ്മൾ തളി ക്ഷേത്രത്തിൽ എത്തി കേട്ടോ. ഞാൻ കർക്കിടക ആഴ്ച ഒരു അമ്പലത്തിലും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെച്ച് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ പോയതാണ്. അപ്പോൾ പോയിക്കഴിഞ്ഞ് വന്ന ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കേക്കുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കെന്ന് വെച്ചാൽ ഇന്നലെ ചെമ്മീൻ കൊണ്ടുവന്നപ്പോഴേ ഈ മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മ മീനെല്ലാം അപ്പോൾ കഴുകി വൃത്തിയാക്കി തന്ന് ഞാനതെല്ലാം വരയിട്ടിട്ട് പിന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചെമ്മീൻ കറി ഇച്ചിരി ബാക്കിയുണ്ട്. ഇച്ചിരി എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചേ ബാക്കി ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ലോണം കൂട്ടി, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നല്ലോണം കൂട്ടി. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പം ഞാനും നല്ലോണം കൂട്ടി വെറുതെ ചാറെല്ലാം ഇങ്ങനെ ഒരു രസമല്ലേ ലാസ്റ്റ് പ്ലേറ്റിൽ ചാറ് ഒഴിച്ചിട്ട് അതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ കഴിച്ച് ഇനിയിപ്പം ഇതാ മീനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം ഇട്ടിട്ട് അത് പെരക്കി വെക്കോട്ടെ ചെയ്യുന്നത്. പിന്നെ വെള്ളരിക്ക പുളിങ്കറി ആക്കാമെന്ന് വെച്ചു. വെള്ളരി മേടിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളരിക്ക പുളിങ്കറി ആക്കാമെന്ന് വെച്ചു. മോരൊഴിച്ചിട്ടല്ല, പുളി ഒഴിച്ചിട്ട് നമ്മൾ പുളിങ്കറി ആക്കുന്നില്ലേ, അതിനെയാണ് കേട്ടോ പുളിങ്കറി എന്ന് നമ്മളെ നാട്ടിൽ പറയുന്നത്. അധികം എൻ്റെ വീട്ടിലെല്ലാം പുളിങ്കറി ഉണ്ടാവുക. കാരണം ഒരു ദിവസം ആക്കിയാൽ നമുക്ക് 2-3 ദിവസം എടുക്കാൻ പറ്റുന്ന സാധനമാണ് ഈ പുളിങ്കറി എന്ന് പറയുന്നത്. മോശമാവില്ല പുളി ഒഴിച്ചിട്ട് വെച്ചാൽ. അപ്പം ഞാനിതാ ഈ മീനെല്ലാം നല്ല വൃത്തിയിൽ മുളകെല്ലാം തേച്ച് പെരക്കി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ ചോറ് പുളിങ്കറിക്ക് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ഇതാ ഏകദേശം ഞാനൊരു പകുതി പീസ് എടുക്കുമല്ലോ കേട്ടോ. കാരണം ബാക്കി പകുതി നമുക്ക് പിന്നെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പകുതി പീസ് തന്നെ ധാരാളം. കാരണം വെള്ളരിക്കയുടെ കഷ്ണം ആരും കൂട്ടാറില്ലല്ലോ കാര്യമായിട്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലി കളഞ്ഞിട്ടാട്ടോ എടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തൊലി കളഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. ചെറിയ ആൾ കരഞ്ഞിട്ട് വന്നാട്ടോ. പിന്നെ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിലൊന്ന് കഴുകിക്കാനും വെക്കാനും പുള്ളിക്കാരത്തി എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിക്കാനും പിടിക്കാനെല്ലാം വന്നിട്ടുണ്ടായിരുന്ന അമ്മ. എന്നിട്ട് ഞാനിതാ പിന്നെ ഇതിലൊന്ന് മുറിച്ചെടുത്ത് പിന്നെ ഇത് കുക്കറിലിട്ടിട്ട് വേവിക്കോട്ടെ ചെയ്യുന്നു. ഒന്നുമില്ല, 2 പച്ചമുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയിലിട്ടിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ചോറ് ചെറുതായി ഒന്ന് തിളച്ച ശേഷം ഞാൻ അതിലേക്ക് പിന്നെയും വെള്ളം ഒഴിച്ച് കൊടുത്തോട്ടോ. എന്നിട്ട് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞ പാട് ഞാൻ അവിടെ ഓഫാക്കിയിട്ട് വെക്കോട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൽ നിന്നാവുന്ന പോലെ എങ്ങായിക്കോളും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് കുക്കറിലിട്ടിട്ട് 2 പച്ചമുളകെല്ലാം മുറിച്ചിട്ടിട്ട് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ശരിക്കും പറഞ്ഞാൽ ഞാനിതിലും ഇടുമ്പം പിന്നെ ഇതിന് പപ്പടം നല്ല കോമ്പിനേഷൻ ആട്ടോ. പുളിങ്കറിയും പപ്പടവും ഇല്ല, നല്ല കോമ്പിനേഷൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
പിന്നെ അതേപോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ ഉണക്ക ചെമ്മീനിട്ടിട്ടാക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ പയർ തോരനാക്കാൻ വേണ്ടിയിട്ട് പയർ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തോരനല്ല മെഴുക്കുവരട്ടി ആക്കാമെന്ന് വിചാരിക്കുന്നത്. എപ്പോഴും തേങ്ങയിട്ടിട്ടാക്കുമ്പോൾ നമുക്കൊരു മടുപ്പല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു മെഴുക്കുവരട്ടി ആക്കാമെന്ന്. അപ്പം പയറിൽ ഞാനിതാ ഇതുപോലെ എല്ലാം ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ പിന്നെ വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ചില ആളിങ്ങനെ പറയുന്ന മെഴുക്കുവരട്ടിയാണെങ്കിൽ പയറിന് കത്തി വെക്കില്ല, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് ഇടുക എന്നുള്ളത് എനിക്കതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയില്ല. ഞാനിങ്ങനെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട്, കാരണം എല്ലാം ഒരുമിച്ച് കൂട്ടി വെച്ചാൽ മാത്രമല്ലേ പെട്ടെന്ന് നമുക്ക് മുറിച്ചിട്ട് പണികൾ തീർക്കാൻ പറ്റുള്ളൂ. അപ്പം ഓരോന്നോരാകുമ്പോൾ എത്ര സമയം പൊട്ടിച്ചിട്ട് വേണം ഇതാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, കത്തി കൊണ്ട് തന്നെ കേട്ടോ മുറിച്ചെടുക്കുന്നത്. അതിൽ ചിലതെല്ലാം മൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ അല്ലി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതേപോലത്തെ പീസസിൽ കട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ സവോളക്ക് പകരം ചെറിയുള്ളി കേട്ടോ മുറിച്ചിടുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചെറിയുള്ളി കൊണ്ടുവന്നതിൽ പകുതിയും കെട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു വല്ലാത്ത വിഷമമായിപ്പോയി. അപ്പം ഞാൻ ചെറിയുള്ളി വേഗം തീർക്കാമെന്ന് വിചാരിച്ചു, കാരണം ഇനി വെക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, പച്ചമുളക് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് വെച്ചാൽ അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വഴറ്റുമ്പം ഒരുപാട് വെളിച്ചെണ്ണയും വേണം, പിന്നെ എൻ്റെ എല്ലാം തട്ടിക്കൂട്ട് പണി കേട്ടോ. അപ്പം പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തു. നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മീനൊന്ന് കുറേ സമയം അവിടെ വെച്ചിട്ട് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലേക്ക് എണ്ണ ഇതാക്കി വെക്കുക കേട്ടോ ചെയ്യുന്നത്, മീനൊന്ന് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മീൻ ഇതിലേക്ക് വെച്ച് കൊടുത്തു. പക്ഷേ വെച്ച് കൊടുത്തത് കണ്ണൊരു എന്തൊരു ഭംഗിയായിട്ട് ഒരേ ഷേപ്പിൽ ഒരേ ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുകളിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയ ശേഷം, അതായത് ഷാലോ ഫ്രൈ പോലെ ആയ ശേഷം ഞാൻ തിരിച്ചിടും കേട്ടോ. മുന്നേ അല്ലേ എനിക്ക് മീൻ നല്ലോണം ഫ്രൈ ആക്കുമായിരുന്നു എനിക്കതായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി, മീൻ ഫ്രൈ ആക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ചെറുതായി ഒന്ന് വെന്ത് വന്നാൽ, അതായത് മുള്ളിൽ നിന്ന് നമുക്ക് വിട്ട് കിട്ടണം നമ്മൾ ഇറച്ചി, അങ്ങനെ ഒന്ന് വെന്ത് വന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെയാട്ടോ ഇപ്പം ആക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, മെഴുക്കുവരട്ടി ഞാൻ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി ഏകദേശം നല്ല വേവല്ല, കുറച്ച് എന്ന് മനസ്സിലായി. ഞാനതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തോട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുളിങ്കറിക്ക്. ഒപ്പരം പുളി ഇതിൻ്റെ ഒപ്പരം തന്നെ ഇട്ടിട്ടാട്ടോ ഞാൻ അരക്കുന്നത്, അല്ലാണ്ട് പുളി വേറെ പിഴിഞ്ഞൊഴിക്കാനൊന്നും ഞാൻ നിൽക്കില്ല. അമ്മയിലങ്ങനെ വേറെ പുളി പുതിർത്തി വെച്ച് വേറെ പിഴിഞ്ഞ് ഒഴിക്കും. ഞാൻ ഒന്ന് ജസ്റ്റ് കഴുകി കളഞ്ഞ പുളി ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കിയ ശേഷം തേങ്ങേൻ്റെ കൂടെ തന്നെ ഇട്ടരക്കുവാട്ടോ ചെയ്യുന്നത്. ഇതായിരിക്കും ചിലപ്പോൾ നൂജൻ പണി എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന പണി വേറെ, നമ്മൾ ചെയ്യുന്ന പണി വേറെ. കാരണം അപ്പം അങ്ങനെ തേങ്ങ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തോട്ടോ. അപ്പോൾ എന്തുണ്ട്, പുളിയുണ്ടോ ഉപ്പുണ്ടോ ഇതെല്ലാമാണല്ലോ, ഇങ്ങനെയുള്ളതാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കറിക്ക് എപ്പോഴും ചിലപ്പോഴും ഉപ്പ് കുറയും കേട്ടോ. ഉപ്പ് കുറയെന്ന് വെച്ചാൽ എനിക്ക് പേടി അധികം ഇടാൻ വേണ്ടിയിട്ട് പൊതുവേ കുറച്ചിട്ട് ഇടാറ്. അങ്ങനെ ഇത് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ തോരൻ നല്ലോണം എണ്ണയിലൊഴിച്ച് ഇടയിലിടയിലേ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് വഴറ്റി എടുക്കാം എണ്ണ ഒഴിച്ചിട്ട്. അപ്പം ഞാൻ തോരൻ ഇതുപോലെ ഇട്ടുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി എണ്ണ ഇടയിലിടയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം നേരത്തെ ഒരു ട്രിപ്പ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് വഴറ്റി കൊടുത്തു. ലാസ്റ്റത്തെ എണ്ണ കേട്ടോ, കാരണം നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേണമല്ലോ എണ്ണേൻ്റെ. കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്, കാരണം കുറച്ച് എണ്ണേൻ്റെ ടേസ്റ്റ് വേണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയാണ് കുക്കിംഗ് വീഡിയോ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.